അടിമാലിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്നു. യോഗത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി അനധികൃത പാർക്കിംഗുകളും വഴിയോര കച്ചവടങ്ങളും ലൈബ്രറി റോഡിലെ വൺ വേ സംവിധാനം നടപ്പിലാക്കുമെന്നും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചു. അടിമാലിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്നു. യോഗത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി അനധികൃത പാർക്കിംഗുകളും വഴിയോര കച്ചവടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കും. ലൈബ്രറി റോഡിലെ വൺ വേ സംവിധാനം നടപ്പിലാക്കുമെന്നും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും യോഗം തീരുമാനിച്ചതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു. പ്രധാനമായും ടൗണിലെ കുരുക്കുകൾ, ട്രാഫിക് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതും അനധികൃത കച്ചവടങ്ങൾ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളതായി ഒഴിവാക്കുന്നതിനും പുതിയതായി ഓട്ടോ സ്റ്റാൻഡുകൾ അനുവദിക്കുന്നതിനും അതുപോലെ തന്നെ AGP നമ്പറുള്ള ഓട്ടോകൾക്ക് മാത്രം പെർമിറ്റ് നൽകുന്നതിന് ഉള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് താലൂക്ക് ആശുപത്രിക്ക് സമീപം അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്, വഴിയോര കച്ചവടക്കാർ അവിടെ അനധികൃത കച്ചവടം നടത്തുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RTO ഓഫീസിന് സമീപം നിരവധി വാഹനങ്ങൾ കാലഹരണപ്പെട്ടതും ആക്രി രൂപത്തിൽ വിറ്റുപോകേണ്ടതുമായ വാഹനങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പാർക്കിംഗുകൾ അനുവദിക്കുന്നതല്ല. അനധികൃത വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിട്ടിരിക്കുന്ന തുരുമ്പ് പിടിച്ച വാഹനങ്ങൾ റോഡ് സൈഡിൽ നിന്നും ഒഴിവാക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. ലൈബ്രറി റോഡ് വൺ വേ സംവിധാനം കർശനമായും നടപ്പിലാക്കും. മൂന്നാർ ആനച്ചാൽ മേഖലയിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് സമീപത്തേക്ക് മാറ്റും. ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും പോകുന്ന വഴിയിൽ മാറ്റമുണ്ടാകും. ഇരുമ്പുപാലം ബസ്സുകൾ പഞ്ചായത്ത് വരെ സർവീസ് നടത്തണം. അടിമാലി ടൗണിലെ ഓട്ടോകളുടെ AGP നമ്പർ സംവിധാനം വീണ്ടും ക്രമപ്പെടുത്തും. തുടങ്ങിയ തീരുമാനമാണ് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ ഉയർന്നത്. ഈ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കമ്മിറ്റിയിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, അടിമാലി.